നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊന്ന് സാധാരണക്കാർക്ക് ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമാകുന്നില്ല, പല ചികിത്സോപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു, ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ഇതൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ കേരളം ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണ് എന്ന് പറയാറുണ്ട്. യാഥാർത്ഥ്യവുമുണ്ട് അതിനകത്ത്. പല ആരോഗ്യ സൂചികകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. അപ്പോൾ അത് മാതൃമരണ നിരക്കായാലും ശിശുമരണ നിരക്കായാലും അല്ലെങ്കിൽ ആയുർദൈർഘ്യമൊക്കെ ആയാലും. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ കേരളം പല സമ്പന്ന രാജ്യങ്ങൾക്കും തുല്യമാണ്. അപ്പോൾ ഇത്രയധികം നേട്ടങ്ങൾ കേരളം ഉണ്ടാക്കിയത് ഒരു സുപ്രഭാതത്തിലൊന്നുമല്ല, ഒരുപാട് വർഷങ്ങളുടെ ഭരിച്ചവരുടെ ഭരണകർത്താക്കളുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ആരോഗ്യരംഗത്തുണ്ടായ വളർച്ചകളുണ്ടാണ്. അല്ലെങ്കിൽ ശാസ്ത്രരംഗത്തുണ്ടായിട്ടുള്ള എല്ലാ വളർച്ചകളും ആരോഗ്യരംഗത്തേക്ക് ആവാഹിക്കാൻ കേരളത്തിന് കഴിഞ്ഞുകൊണ്ടാണ്. പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം, എല്ലാവരിലും സാക്ഷരത, സ്ത്രീ സാക്ഷരത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കേരളത്തിന് നേട്ടമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആകത്തുകയായിട്ടാണ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ആരോഗ്യവുമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് മരുന്നുകളുടെ ലഭ്യത ഒരു പ്രശ്നമാകാൻ പാടില്ല. കാരണങ്ങൾ പലതുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു കാരണം പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ വരുന്ന രോഗികളുടെ എണ്ണം കൂടുതലാണ്. സ്വാഭാവികമാണത്. കോവിഡ് സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം, അതിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങളൊക്കെ തുടരുന്നത് കാരണം ഒരുപാട് പേർക്ക് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ താങ്ങാൻ പറ്റാതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് സർക്കാർ ആശുപത്രിയിൽ വരും. കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 60-70% ജനങ്ങളും സ്വകാര്യ ആശുപത്രിയാണ് സമീപിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ ആശുപത്രികളെ വിട്ട് സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ ലഭിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ചധികം പേരുണ്ടാകും. പക്ഷേ ഇതിനെപ്പറ്റി സർക്കാരിന് മുൻകൂർ കരുതലുകൾ ഉണ്ടാകണമായിരുന്നു. അല്ലെങ്കിൽ അതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്, ആസൂത്രണം. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പറ്റുന്നതെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയണം. അതിനനുസരിച്ച് സംവിധാനം ഉണ്ടാക്കണം. രോഗികൾ കൂടുതൽ വന്നതുകൊണ്ട് മരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് രോഗിയോട് പറയുന്ന രീതിക്ക്, അല്ലെങ്കിൽ രോഗിയോട് അത് പറഞ്ഞാൽ അതൊരു അനീതിയാണ്. സർക്കാരിൻ്റെ പരാജയമാണ് രോഗികൾക്ക് മരുന്നില്ലാതെ അല്ലെങ്കിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നതായിട്ട് പരിണമിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ആശുപത്രികളിൽ ചിലവ് കൂടുതലായതുകൊണ്ട് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നെന്ന് പറയാം. അതും സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മികച്ച നാടുകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും പണ്ടുമൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് സ്വകാര്യ മേഖല കൂടുതൽ വളരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വകാര്യ മേഖല എന്നൊരു യാഥാർത്ഥ്യമാണ്. സ്വകാര്യ മേഖല ഒരു വെല്ലുവിളിയായിട്ടല്ല കാണേണ്ടത്, ഒരു അവസരമായിട്ടാണ്. കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു 30% പേർ മാത്രം ആശ്രയിക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് 100% ജനങ്ങളുടെയും പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോവിഡിൻ്റെ പരിശോധനയും ചികിത്സയൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചതും. അതുകൊണ്ടാണ് ഒരുപാട് പേരെ നമുക്ക് രക്ഷിച്ചെടുക്കാനും പലരുടെയും ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്വകാര്യ മേഖല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ചികിത്സയ്ക്ക് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കാരുണ്യ സുരക്ഷാ ആരോഗ്യ പദ്ധതിയൊക്കെ പോലുള്ള സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കൊക്കെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാതെ ചികിത്സ കിട്ടുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്, അതൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. പല ആശുപത്രികളും ഈ പദ്ധതി വിട്ടുപോവുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം അവർക്കൊക്കെ കൊടുക്കാനുള്ള പണം സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സ്വകാര്യ മേഖല സ്വാഭാവികമായിട്ട് അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ അവർ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് കടം ഒരുപാട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ചികിത്സിച്ചതിൻ്റെ പണം കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് അവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയും തകർന്നു പോകും. അതുപോലെ തന്നെ സർക്കാർ മേഖലയിലും ഒരുപാട് പേർക്ക് ആശ്രയമായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ, അവിടെ സൗജന്യമായിട്ട് ചികിത്സ കിട്ടുന്നത് ഇതുപോലത്തെ പല പദ്ധതികളിലൂടെയാണ്. പക്ഷെ ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ മരുന്നോ അല്ലെങ്കിൽ ചികിത്സ ഉപകരണങ്ങളൊക്കെ വാങ്ങിയിരുന്ന സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രി ചെല്ലുമ്പോൾ പോലും പലപ്പോഴും മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കേണ്ടി വരുന്നത്. അല്ലെ ശസ്ത്രക്രിയ, ഉദാഹരണത്തിന് അടുത്ത കാലത്ത് ഒരാളുടെ ഫോൺ എനിക്ക് വന്നു, അയാളുടെ കാലൊടിഞ്ഞു. അപ്പോൾ ശസ്ത്രക്രിയ നടത്തി അതിനകത്ത് കാലിന് അസ്ഥിയെ ഉറപ്പിക്കാനായിട്ട് കമ്പി ഉപയോഗിക്കണം, കമ്പി വെച്ച് കെട്ടണം, അല്ലെങ്കിൽ കമ്പി ഉറപ്പിക്കണം.
അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യമായി ചെയ്ത് കിട്ടേണ്ടതാണ് പാവപ്പെട്ട രോഗിക്ക്. പക്ഷേ ഈ സാധനങ്ങൾ അവിടെ ഇല്ല. കാരണം എന്താണ്? പണം കൊടുക്കാത്തതുകൊണ്ട് ഈ സപ്ലൈ ചെയ്യുന്നൊരു മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടില്ല. പോക്കറ്റിൽ 10 രൂപ പോലും ഇല്ലാത്ത രോഗിയോട് ഇത് പുറത്തുനിന്ന് വാങ്ങാൻ ഡോക്ടർമാർ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഡോക്ടർമാർ ചെയ്യുന്ന നല്ല കാര്യമാണ്. കാരണം ഇയാളെ എങ്ങനെ രക്ഷിക്കണം. സർക്കാർ ആശുപത്രിയിൽ സാധനമില്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും വാങ്ങി വരട്ടെ എന്ന് വിചാരിച്ചാണ് ഡോക്ടർമാർ ചെയ്തത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ പൈസയില്ല. 15,000 രൂപയ്ക്ക് ഇയാളിവിടെ പോകാനോ? അപ്പോൾ കണ്ടറിഞ്ഞൊക്കെ കടം വാങ്ങുകയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട്. റോഡിൽ പോകുന്ന ഒരാളെ വണ്ടി ഇടിച്ച് ഒരു സാധാരണക്കാരൻ, കയ്യിൽ പൈസ ഇല്ലാത്തവൻ, ധർമാശുപത്രി എന്നറിയപ്പെടുന്ന സർക്കാർ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അയാൾ പിന്നെ 15,000 രൂപ കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ചില പരാജയങ്ങളാണ്, ആരോഗ്യവകുപ്പിലുണ്ടാകുന്ന പരാജയങ്ങളാണ്. അത് ഒരു വ്യക്തിയുടെയോ ഒന്നുമല്ല, ഇതൊരു സംവിധാനത്തിൻ്റെ പരാജയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ആസൂത്രണത്തിലുള്ള പരാജയം, നടത്തിപ്പിലുള്ള പിഴവ്, ഇത് രണ്ടും പരിഹരിക്കണമെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ആരോഗ്യവകുപ്പിന് കൊടുക്കുന്ന ബജറ്റ് വിഹിതം തന്നെ കൂട്ടണം. മെച്ചപ്പെട്ട നാടുകളിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്ന് പറയും, അതിൻ്റെ 10% മേളിലാണ് പല രാജ്യങ്ങളിലും. അമേരിക്കയിലൊക്കെ 18% ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. കേരളത്തിൽ 1% നിൽക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ തന്നെ കൂടുതൽ തുക നീക്കിവെച്ചാൽ മാത്രമേ ആരോഗ്യരംഗത്തെ ചിലവാക്കാൻ കഴിയൂ. പിന്നെ ചിലവാക്കുന്ന പണത്തിൽ കൃത്യമായ കണക്കുകൾ വേണം. അത് ലീക്ക് ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ പലരും മോഷ്ടിച്ചെടുക്കുന്ന രീതിയിലേക്ക്, കൈക്കൂലിയായിട്ട് മാറ്റുന്ന രീതിയിലേക്ക്, പണം അപഹരിക്കുന്ന രീതിയിലേക്കുള്ള അവസരം ഉണ്ടാകാതെ നോക്കണം. കൃത്യമായി ആ പണം അവിടെ ചിലവാക്കപ്പെടണം. പ്രയോറിറ്റി വേണം. ഏറ്റവും പാവപ്പെട്ടവന് സൗജന്യ ചികിത്സ കൊടുക്കുന്നു ഉറപ്പാക്കണം. ഇതൊക്കെ പറയുമ്പോഴും ഇന്നത്തെ ക്രൈസിസ് ഇന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. ഒരാളും സന്തോഷത്തിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി ആശുപത്രി പോകാറില്ല. ഒരു മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തുന്നത്. നല്ല രോഗം വരുമ്പോഴാണ് ആശുപത്രിയിൽ എത്തുന്നത്. അവിടെ അവന് വേണ്ട പരിഹാരമാണ്. അവിടെ രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല. സർക്കാരിൻ്റെ ബാക്കി മേന്മകളെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമായിട്ട് വരുന്നതിന് സർക്കാർ ആശുപത്രിയിൽ മരുന്ന് കൊടുക്കാൻ കഴിയണം. ഓപ്പറേഷന് വേണ്ടി വന്നെത്തുന്ന പാവങ്ങൾക്ക് സൗജന്യമായ ശസ്ത്രക്രിയ കൊടുക്കാൻ കഴിയണം. അത് ചെയ്തില്ലെങ്കിൽ അത് സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ഇതിന് ആരോഗ്യവകുപ്പ് പൂർണ്ണമായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ മേൽ കുറ്റജാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മറ്റ് സാഹചര്യങ്ങളുടെ മേൽ കുറ്റജാരിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കണം. പാവപ്പെട്ടവർക്കത് സൗജന്യമായി ലഭിക്കണം.